നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില മാറ്റങ്ങൾ നമ്മെ അമ്പരപ്പിക്കും. ഇത് അടിച്ചമർത്തപ്പെട്ടവൻ ഉയർത്തെഴുന്നേൽക്കുന്ന കഥ. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി P. വിജയനെ നിയോഗിക്കുമ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഇത് പലതിനുമുള്ള മറുപടിയാണ്. ഇനി ചിലർ സൂക്ഷിക്കേണ്ടി വരും. നിലവിൽ ക്രമസമാധാന ചുമതലയിലുള്ള ADGP ദിനേന്ദ്ര കശ്യപിനെ ഇൻ്റലിജൻസ് മേധാവിയായി നിയോഗിച്ചു. H. വെങ്കടേഷാണ് ക്രൈംബ്രാഞ്ച് മേധാവി. S. ശ്രീജിത്ത് ഇനി ജയിൽ മേധാവി. 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാർ ഇപ്പോൾ പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും ഉറക്കം കെടുത്തുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നെടുംതൂണുകളായി നിന്ന P. ശശിയും പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷും മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ ഒരു മതിൽ തീർത്ത് തങ്ങൾക്കിഷ്ടമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ അവരുടെ മനോവീര്യം തകർത്തവരായിരുന്നു ഇരുവരും. ഒടുവിൽ സസ്പെൻഷൻ പിൻവലിച്ച P. വിജയനെ സർവീസിലേക്ക് തിരിച്ചെടുക്കുമ്പോഴും വിജയന് നേരിടേണ്ടി വന്നത് ഇവരുടെ പരിഹാസം. P. വിജയൻ്റെ ഇൻ്റലിജൻസ് ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല എന്ന് IPS ഉദ്യോഗസ്ഥരോട് പരിഹാസ ചുവയോടെ സംസാരിക്കുകയായിരുന്നു പലപ്പോഴും രാഗേഷും P. ശശിയും. പിണറായി വിജയൻ്റെ സംഘാംഗങ്ങൾ അപമാനിച്ചിറക്കിവിട്ട P. വിജയൻ ഇത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കസേരയിലെത്തുമ്പോൾ പലരും ഇനി ഭയപ്പെട്ട് വീട്ടിലൊളിക്കും. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ വേട്ടയാടിയവരോട് പ്രതികാരം ചെയ്യാതിരിക്കില്ല P. വിജയൻ. പക അത് തീർക്കാനുള്ളതാണ്. നിലവിൽ P. ശശിക്കെതിരെയുള്ളത് 3 പരാതികൾ. ഇതിലൊന്ന് ചെന്നൈ സ്വദേശിയായ ഒരു വ്യവസായിയുടേത്. ഏറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും അണിയറ നീക്കങ്ങൾക്കും ഒടുവിലാണ് കേരള പോലീസിൻ്റെ തലപ്പത്തി വൻ അഴിച്ചുപണി. തന്ത്രപരമായ പോലീസ് നയം ആവിഷ്കരിച്ച് രമേശ് ചെന്നിത്തല വീണ്ടും ജനങ്ങളുടെ കയ്യടി നേടുന്നു. ഒരു വശത്ത് തന്നെ ഒതുക്കാൻ നോക്കിയവർക്കും വേട്ടയാടിയവർക്കും കനത്ത പ്രഹരമാണ് ഇനി P. വിജയനിൽ നിന്ന് നേരിടേണ്ടി വരിക. കാക്കിക്കുള്ളിലെ ഏറ്റവും കരുത്തരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്ത്രപരമായ കസേരകളിലിരിക്കുന്നു. ഒരു വശത്ത് ADGP ആയി P. വിജയനും മറുവശത്ത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി AP ഷൗക്കത്ത് അലിയും. ഒരു പതിറ്റാണ്ടാണ് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെയും ഇടതുപക്ഷ സർക്കാർ വേട്ടയാടിയത്. തങ്ങളുടെ ചവിട്ടടിയിൽ പതുങ്ങി നിൽക്കാതെ നട്ടെല്ലുയർത്തി നീതിക്ക് വേണ്ടി പോരാടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിർദ്ദയം അടിച്ചമർത്തിയ പഴയ പിണറായി ടീമിന് ഇനി കഷ്ടകാലത്തിൻ്റെ നാളുകൾ. ഒരു കാലത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായി പോലീസിനെ അടക്കി ഭരിച്ചിരുന്നത് അന്ന് ADGP ആയിരുന്ന M.R. അജിത് കുമാർ. എന്നാൽ പുതിയ അഴിച്ചുപണി നിലവിൽ വന്നപ്പോൾ ഒരു പ്രധാന തസ്തിക പോലും M.R. അജിത് കുമാറിന് നൽകിയില്ല. ഈ പൂർണ്ണമായ മാറ്റി നിർത്തൽ കൃത്യമായ സന്ദേശമാണ്. മറുവശത്ത് P. വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കുമ്പോൾ നമ്മൾ ഒരു കഥ തിരിച്ചറിയണം. P. വിജയനെ കെണിവെച്ച് സസ്പെൻഡ് ചെയ്ത M.R. അജിത് കുമാറിനെ പുറത്തിരുത്തി അതേ വിജയന് ക്രമസമാധാന ചുമതല നൽകുമ്പോൾ വിജയൻ ആരായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ നിന്നാണ് P. വിജയൻ എന്ന IPSകാരൻ പിന്നീട് വളർന്നു വന്നത്. ആത്മവിശ്വാസത്തിൻ്റെ കരുത്തായിരുന്നു അദ്ദേഹത്തിനെന്നും മാർഗ്ഗദീപം. തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾ, ഒടുവിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ. അപ്പോഴും ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ക്ഷമയോടെ കാത്തിരുന്നു. ഒരിക്കൽ പോലും തൻ്റെ സർവീസ് ജീവിതത്തിൽ അദ്ദേഹം അനാവശ്യമായി പ്രതികരിച്ചില്ല. എന്നാൽ കഠിനാധ്വാനവും നീതിബോധവും കൊണ്ട് അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. 1999 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് P. വിജയൻ. കോഴിക്കോട് പുത്തൂർ മഠത്തിൽ കൂലിപ്പണിക്കാരനായ P. വേലായുധൻ്റെ മകനായി ജനിച്ചു. കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിക്കും പ്രചോദനമാവണം P. വിജയൻ്റെ ജീവിതം. 10ാം ക്ലാസ്സിൽ തോറ്റുപോയി P. വിജയൻ. തുടർന്ന് ചുമടെടുപ്പായി പണി. ഇതിനിടയിൽ പത്രത്തിൽ വന്ന ഒരു വാർത്ത അദ്ദേഹത്തെ സ്പർശിച്ചു. പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി IAS നേടി എന്ന വാർത്തയായിരുന്നു അത്. പിന്നീട് ചീഫ് സെക്രട്ടറി വരെയായി വളർന്ന VP ജോയിയെക്കുറിച്ചുള്ള ഒരു പത്രവാർത്ത. ഇത് P. വിജയൻ എന്ന വിദ്യാർത്ഥിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. പിന്നീട് അധ്യാപകന്റെ സഹായത്തോടെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും അദ്ദേഹം എഴുതി ജയിച്ചു. പിന്നീട് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് കോളേജിലേക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉയർന്ന നിലയിൽ പാസ്സായി. എഴുതിയ മിക്കവാറും എല്ലാ എൻട്രൻസ് പരീക്ഷകളിലും വിജയിച്ചു. സിവിൽ സർവീസ് നേടണമെന്നായി P. വിജയൻ്റെ ഉള്ളിൽ. ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ IASഉം IPSഉം ഒന്നും ലഭിച്ചില്ല. കേന്ദ്ര സർവീസിൽ ചെറിയൊരു ജോലി. ഒട്ടും നിരാശനാകാതെ വീണ്ടും അദ്ദേഹം പരീക്ഷ എഴുതി. അത്തവണ കിട്ടിയത് RPFൽ. പിന്നീട് കോളേജ് അധ്യാപകനായി ജോലി നോക്കുന്നു. വീണ്ടും സിവിൽ സർവീസ് പരീക്ഷ എഴുതി. പക്ഷെ മാർക്ക് തീരെ കുറവ്.
അടുത്ത തവണ പരീക്ഷ എഴുതി IPS നേടുന്നു. കോളേജ് പഠനകാലത്തും സ്കൂൾ പഠനകാലത്തുമൊക്കെ കുടുംബം പുലർത്താൻ കെട്ടിടം പണിക്ക് പോയി അദ്ദേഹം. വളരെ കഠിനമായ ബാല്യമായിരുന്നു P. വിജയൻ്റേത്. കൂട്ടുകാർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം 10ൽ പഠിപ്പ് നിർത്തി കോഴിക്കോട് പുത്തൂർ മഠം എന്ന ഗ്രാമത്തിൽ കല്ല് ചെത്തി ചുമര് കെട്ടാനിറങ്ങിയ ഒരു 15കാരൻ. കല്ലും മണ്ണും ചുമന്ന ആ കൈകളിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തുണ്ടായിരുന്നു. മനസ്സിൽ അന്നു സൂക്ഷിച്ച നന്മയും സത്യസന്ധതയും പിന്നീട് അദ്ദേഹം കൈവിട്ടില്ല. ഇതുതന്നെയാണ് കേരള പോലീസിൻ്റെ മുഖച്ഛായ മാറ്റിയ നിരവധി വിപ്ലവകരമായ പദ്ധതികൾക്ക് കാരണമായതും. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി വിജയൻ രൂപം നൽകിയ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്നും ദേശീയ തലത്തിൽ തന്നെ വലിയ മാതൃകയായി നിലകൊള്ളുന്നു. ക്യാമ്പസുകളിലെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതാക്കാനും യുവതലമുറയെ പോലീസിനോട് കൂടുതൽ അടുപ്പിച്ചു നിർത്താനും ഈ പദ്ധതി സഹായകരമായി. കളമശ്ശേരി ബസ് കത്തിക്കൽ, ശബരിമല തന്ത്രി കേസ്, ചേലാമ്പ്ര ബാങ്ക് കവർച്ച തുടങ്ങി പ്രമാദമായ നിരവധി കേസുകളിൽ അന്വേഷണ മികവ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പുണ്യം പൂക്കാവനം എന്ന പദ്ധതി ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ശബരിമലയിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അയ്യപ്പ ഭക്തരിൽ ശുചിത്വബോധം വളർത്താൻ അദ്ദേഹത്തിൻ്റെ പദ്ധതി സഹായകരമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മൻ കി ബാത്ത് പരിപാടിയിലൂടെ പുണ്യം പൂക്കാവനം പദ്ധതിയെയും അതിന് നേതൃത്വം നൽകിയ P. വിജയനെയും പ്രശംസിക്കുന്നു. മനസ്സുണ്ടോ വഴിയുണ്ട് എന്ന് കാട്ടിത്തന്ന കാക്കിക്കുള്ളിലെ ഈ നന്മമരം 2015 വലിയ ജനപ്രീതി നേടി സേനയുടെ താരമായി തിളങ്ങി. ഇതോടെ പിണറായി വിജയൻ്റെ കണ്ണിൽ കരടായി മാറി. ഔദ്യോഗിക ജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസയുൾപ്പെടെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു കറുത്ത അധ്യായമായി മാറിയ എലത്തൂർ തീവെപ്പ് കേസ്. അന്ന് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ചുമതലയുണ്ടായിരുന്നു P. വിജയന്. കേസിലെ പ്രധാന പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയരുന്നു. ഇതെന്ന് ADGP ആയിരുന്ന MR അജിത് കുമാറിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ഇപ്പോഴും P. വിജയനുമായി അടുപ്പമുള്ളവർ പറയുന്നത്. കൂലിപ്പണിയെടുത്ത് കല്ലും മണ്ണും ചുമന്ന് ഒരു കരിയർ ഒരുക്കിയ P. വിജയൻ്റെ മനസ്സും സത്യസന്ധതയും കാണാൻ അന്ന് പിണറായി വിജയന് കഴിഞ്ഞില്ല. തീവെപ്പ് കേസിലെ പ്രതിയെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ടു എന്ന വ്യാജ ആരോപണത്തിൻ്റെ പേരിൽ പിന്നീട് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. ADGP MR അജിത് കുമാറിൻ്റെ പകപോക്കലാണ് ആരോപണത്തിൻ്റെയും സസ്പെൻഷൻ്റെയും പിന്നിൽ എന്ന് കേരളം ഉറക്കെ പറഞ്ഞു. അത് കേൾക്കാതെ ചെവി പൊത്തിപ്പിടിക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് P. വിജയനെതിരെയുള്ള നടപടി. ദീർഘനാൾ നീണ്ടുനിന്ന സസ്പെൻഷൻ. P. വിജയൻ എന്ന IPSകാരൻ അവിടെ തളർന്നില്ല. മുമ്പ് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിയാത്ത വേദന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കാം. അന്വേഷണങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച് ഒടുവിൽ ആരോപണങ്ങളിൽ സത്യമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് പിന്നീട് സർവീസിലേക്കുള്ള P. വിജയൻ്റെ മടക്കം. അതീവ പ്രാധാന്യമുള്ള പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ തലവനായി തുടർന്ന് അദ്ദേഹം നിയമിതനായി. വിജയൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് താങ്ങും തണലും കരുത്തുമായി നിന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ കൂടിയായ ഭാര്യ ബീന. IAS ഉദ്യോഗസ്ഥയായ ഡോക്ടർ B. ബീന ഭർത്താവിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു. തനിക്കെതിരെ കരുക്കൾ നീക്കുകയും തന്നെ സസ്പെൻഡ് ചെയ്യാൻ കാരണക്കാരനാവുകയും ചെയ്ത MR അജിത് കുമാർ ഇരുന്ന അതേ ക്രമസമാധാന ചുമതലയിലേക്ക് P. വിജയൻ കടന്നു വരുമ്പോൾ ഇത് ചരിത്രത്തിൻ്റെ മറ്റൊരു വിധിപ്പകർപ്പാണ്. തനിക്ക് താല്പര്യമില്ലാത്തതും ഉന്നത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമായ റിപ്പോർട്ടുകൾ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി തിരുത്തിക്കുറിക്കുന്നതും കീറിയെറിയുന്നതും MR അജിത് കുമാറിൻ്റെ പതിവ് ശൈലിയെന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉയർന്നു കേട്ട വാർത്തകൾ. ഇവിടെയാണ് ഏറെ വിവാദമായ എലത്തൂർ തീവണ്ടി ആക്രമണ കേസിലെ അന്വേഷണ റിപ്പോർട്ടും ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെട്ടതാണോ എന്ന സംശയം. എലത്തൂർ തീവണ്ടി കേസ് പ്രതിയുടെ യാത്രാ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതിൽ P. വിജയന് ഒരു പങ്കുമില്ല എന്ന ആത്യന്തിക അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ അന്നത്തെ ADGP MR അജിത് കുമാർ വിജയനെ ഒതുക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായി അന്നത്തെ ക്രമസമാധാന ചുമതലക്കാരൻ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. അത് വലിച്ചു കീറി എറിയുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. തൊട്ടു പിന്നാലെ വിജയനെ പ്രതിക്കൂട്ടിലാക്കി പുതിയ റിപ്പോർട്ട് ചമച്ചു. തനിക്കെതിരെ നടക്കുന്ന വൻ ചരടുവലികൾക്കെതിരെ അന്ന് തന്നെ P. വിജയൻ
ആഭ്യന്തര വകുപ്പിന് ഔദ്യോഗികമായി പരാതി നൽകി. എന്നാൽ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ആ പരാതി പൂഴ്ത്തപ്പെട്ടു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കടുത്ത നിലപാടെടുത്താൽ പൂഴ്ത്തിവെക്കപ്പെട്ട പല സത്യങ്ങളും ഇനി പുറത്തേക്ക് വരും. ഗൂഢാലോചനയുടെ പേരിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പിണറായി വിജയൻ്റെ സംഘാംഗങ്ങളും ഒരുപക്ഷെ കേസിൽ പെടുകയും ചെയ്യും. ഉദ്യോഗ മികവിന് ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് പി വിജയൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ തെളിയിക്കപ്പെട്ട ഷാഡോ പോലീസിംഗ് സംവിധാനത്തിന് പിന്നിലും ഇതേ പി വിജയൻ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ ഈ സംവിധാനം തുടങ്ങി. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പി വിജയന്റെ നേതൃപാടവം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 10,000 അണിനിരന്ന സമരത്തെ നിയന്ത്രിക്കുക എന്നത് പോലീസിനേറെ ശ്രമകരമായ ജോലി. എന്നാൽ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രശംസ നേടിക്കൊണ്ടുള്ള പോലീസ് ഇടപെടൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില അതീവ സങ്കീർണാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ വിജയനെ പോലൊരു ജനകീയനും ദീർഘവീക്ഷണമുള്ളതുമായ ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതലയിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കേരളം നോക്കിക്കാണുന്നു. തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും തോൽക്കാത്ത വിജയമാണ് പി വിജയൻ കേരളത്തോട് പറയുന്നത്. CNN IBN ചാനലിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ 2014 അവാർഡിൻ്റെ ഓൺലൈൻ വോട്ടെടുപ്പിൽ 49% വോട്ടോടെ ഒരു മലയാളി IPS ഓഫീസർ ആധികാരിക വിജയത്തിന് തൊട്ടരികിൽ നിന്നപ്പോൾ അന്ന് കയ്യടിയോടെയാണ് കേരളം ആ വാർത്ത കേട്ടത്. മതത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ മനുഷ്യനെ വേർതിരിച്ച് കാണാൻ ഏത് വിഭാഗങ്ങൾ ശ്രമിച്ചാലും അത് നാടിനെയാണ് പിറകോട്ടടുപ്പിക്കുക എന്ന് പി വിജയൻ തൻ്റെ സർവീസ് ജീവിതത്തിലൂടെ കേരളത്തിന് കാട്ടിക്കൊടുത്തു. പി വിജയൻ എന്ന IPS ഉദ്യോഗസ്ഥൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലുണ്ട്. മുൻപ് തൻ്റെ വീട്ടിൽ നടത്തിയൊരു സംഭവം. ഫാദേഴ്സ് ഡേ ദിനത്തിലാണ് ഹൃദയസ്പർശിയായ കുറിപ്പ് ഫേസ്ബുക്കിൽ പി വിജയൻ പങ്കുവച്ചത്. ഫാദേഴ്സ് ഡേക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി അച്ഛനെ ഓർക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം കുറിച്ചു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസത്തിലെ തൻ്റെ അനുഭവമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. 1992 UGC പരീക്ഷയുടെ തയ്യാറെടുപ്പിനായി വിജയന്റെ സുഹൃത്ത് ആലുവ സ്വദേശി അബ്ദുൽ കരീമും അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്നു. കരീം ദിവസവും അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കും. 5 നേരവും കൃത്യമായി നിസ്കരിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ട്. പി വിജയന്റെ വീട്ടിൽ പൂജാമുറി ഒഴിച്ച് ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പണികൾ നടക്കുന്ന സമയം. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം കരീം നിസ്കരിക്കാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പി വിജയന്റെ അച്ഛൻ പുറത്തേക്ക് പോകണ്ട എന്ന് അദ്ദേഹത്തോട് പറയുന്നു. ഇനി എങ്ങനെ നമ്മൾ നിസ്കരിക്കുമെന്നായി കരീം. ഈ ചോദ്യത്തിന് അച്ഛൻ നൽകിയ മറുപടി തന്നെ പോലും അത്ഭുതപ്പെടുത്തിയെന്നാണ് പി വിജയൻ അന്ന് കുറിച്ചത്. കരീം പൂജാമുറിയിൽ നിസ്കരിക്കട്ടെ എന്നതായിരുന്നു അച്ഛൻ്റെ നിർദ്ദേശം. തുടർന്നുള്ള 10 ദിവസവും കരീം ഞങ്ങളുടെ പൂജാമുറിയിലാണ് നിസ്കാരം നടത്തിയത്. ഇതുകൊണ്ട് ഞങ്ങളുടെ മാത്രമല്ല കരീമിൻ്റെയും ഒരു വിശ്വാസത്തിനും ഇതുവരെ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതായിരുന്നു വിജയന്റെ നിലപാട്. എല്ലാവരോടും ഇടപഴകി ജീവിക്കാൻ തന്നെ സജ്ജമാക്കിയെന്ന നിലയിലാണ് ഫാദേഴ്സ് ഡേ ദിനത്തിൽ ഈ IPS ഓഫീസർ സ്വന്തം പിതാവിനെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതെ, എല്ലാവരോടും ഇടപഴകി ജീവിക്കാൻ ശീലിച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി ചാർജ് എടുക്കുന്നു. ഇതുതന്നെയാണ് കേരളത്തിൻ്റെ അഭിമാനം. പിണറായി വിജയൻ്റെ സംഘാംഗങ്ങൾ എന്തായാലും ഒരു ജാഗ്രത പാലിക്കുന്നത് നല്ലത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.